പാടുണ്ടായി യോന ദൈവ നിയോഗമറിഞ്ഞു നിലവേറ്റം സംഗീക്കണം നിലവേക്കാരും മറിഞ്ഞിരിക്കണം പാടുണ്ടായി യോന ദൈവ നിയോഗമറിഞ്ഞു നിലവേറ്റം സംഗീക്കണം നിലവേക്കാരും മറിഞ്ഞിരിക്കണം യോനായാഹോവെത്തി തർശിഷ്യാനം കണ്ണിൽ കൂലി കൊടുത്ത് യാഹിൻ സന്നിധിയിൽ നിന്നോടി സഹയാത്രക്കാരോട് മകന്നു. കപ്പലടിത്തട്ടെത്തി ഉറങ്ങി. അപ്പോൾ പെരിയൊരു കാറ്റുണ്ടായി. കപ്പൽ ഭാരമൊഴിപ്പാൻ അതിലെ ചോപ്പുചരക്കുകളൊക്കെ എറിഞ്ഞു. എല്ലാരും ദൈവത്തെ വിളിക്കും. വല്ലാതുള്ളൊരു നേരത്തിപ്പോൾ ചെല്ലൊരു ക്ലേശം മേശാതെ നീ അല്ലാതാരി നേരം ഉറങ്ങും. എല്ലാരും ദൈവത്തെ വിളിക്കും. വല്ലാതുള്ളൊരു നേരത്തിപ്പോൾ ചെല്ലൊരു ക്ലേശം മേശാതെ നീ അല്ലാതാരി നേരം ഉറങ്ങും. ചീട്ടിടുവാനവരാലോചിച്ചു. ചീട്ടിട്ടത് യോജയ്ക്കും വീണു. നിൻതൊഴിലെന്ത് എവിടുന്നുള്ള നിന്നാടേത് ജാതിയുമേത്. ചീട്ടിടുവാൻ അവരാലോചിച്ചു. ചീട്ടിട്ടത് യോജയ്ക്കും വീണു. നിൻതൊഴിലെന്ത് എവിടുന്നുള്ള നിന്നാടേത് ജാതിയുമേത്. ആരു നിമിത്തം ഇത്രയനർത്ഥം പറയുക വേണം ഞങ്ങളോടിപ്പോൾ. ഉറക്കമുണർന്നൊരു യോനായോടോ തരുതരെ അങ്ങനെ ചോദ്യമുയർന്നു. ഞാൻ എബ്രായൻ കടലും കരയും നിർമ്മിച്ചവനെ ഭജിച്ചു വരുന്നു. എന്നെ കടലിലെറിഞ്ഞെന്നാകിൽ കടലും കാറ്റും അടങ്ങിക്കൊള്ളും. ഞാൻ എബ്രായൻ കടലും കരയും നിർമ്മിച്ചവനെ ഭജിച്ചു വരുന്നു. എന്നെ കടലിലെറിഞ്ഞെന്നാകിൽ കടലും കാറ്റും അടങ്ങിക്കൊള്ളും. കടലിൽ സഹയാത്രികനെ തള്ളി നാടതിലെവിടിത് കേട്ടിട്ടുള്ളൂ. കടലിൽ സഹയാത്രികനെ തള്ളി നാടതിലെവിടിത് കേട്ടിട്ടുള്ളൂ. ഉടനെ കടലിൽ കോപമടങ്ങി കടലാന യോനായ വിഴുങ്ങി. ഉടനെ കടലിൽ കോപമടങ്ങി കടലാന യോനായ വിഴുങ്ങി. 3 ദിനങ്ങൾ മീനുദരത്തിൽ യോനായാഹിനെ നൊന്തു വിളിച്ചു. യാഹിൻ കൽപ്പന പോൽ ആ മത്സ്യം യോനായെ കരയിൽ ഛർദ്ദിച്ചു. ഉലലുള്ളപ്പാടുണ്ടായി. അങ്ങനെ യോനാ നിനവയിൽ ഉദ്ഘോഷിച്ചു. 40 ദിവസം പിന്നിട്ടെന്നാൽ നിനവെ ഉന്മൂലനമായിടും. അത് കേട്ടുള്ള നിനവെ ജനത രാജാവും പ്രജമൃഗജാലമതും ഉപവാസത്തിൽ ഇരുന്നു കരഞ്ഞു. കഠിനതരത്തിൽ 3 ദിനങ്ങൾ. നിനവേക്കാരോട് മനസ്സലിവായി. നിലവിലിരുന്നൊരു കോപം മാറ്റി. നിനവേക്കാരുടെ മനസ്സിൻ മാറ്റം പെരുമാറ്റത്തിൽ ദൈവമറിഞ്ഞു. നിനവേക്കാരോട് മനസ്സലിവായി. നിലവിലിരുന്നൊരു കോപം മാറ്റി. നിനവേക്കാരുടെ മനസ്സിൻ മാറ്റം പെരുമാറ്റത്തിൽ ദൈവമറിഞ്ഞു. യോനയ്ക്കോ അത് ഹിതമല്ലാതായി. മരണമെനിക്കിതിനേക്കാൾ ഭേദം. യോനയ്ക്കോ അത് ഹിതമല്ലാതായി. മരണമെനിക്കിതിനേക്കാൾ ഭേദം. നഗരത്തിന് പുറത്തു കിഴക്കായി കുടിലുണ്ടാക്കിയ പാർക്കുകയായി. നഗരത്തിന് പുറത്ത് കിഴക്കായി കുടിലുണ്ടാക്കി അതിൽ പാർക്കുകയായി. നിലവേക്കിനിയും എന്തു ഭവിക്കും. യോന നോക്കിയിരിക്കുകയായി. കണലായി പൊങ്ങിയ രാവണർക്കും പുഴുവതു കുത്തി വാടിപ്പോയി. യോന വീണ്ടും കോപിച്ചപ്പോൾ ദൈവം യോനയോട് ഇങ്ങനെ ചൊന്നു. നീ കോപിപ്പത് വിഹിതമതാണോ? ചെടിവാടിയതിൽ പരിഭവമാണോ? യോന വീണ്ടും കോപിച്ചപ്പോൾ ദൈവം യോനയോട് ഇങ്ങനെ ചൊന്നു. നീ കോപിപ്പത് വിഹിതമതാണോ? ചെടിവാടിയതിൽ പരിഭവമാണോ? ഇരുകര ഭേദമതറിയാറുള്ള 1,10,000 നിലവേ ജനതയോടും മൃഗമോടും എനിക്കയ്യോ ഭാവം തോന്നരുതോ?
ഇരുകര ഭേദമതറിയാതുള്ള 1,20,000 നിലവേ ജനതയോടും മൃഗമോടും എനിക്കയ്യോ ഭാവം തോന്നരുതോ.